മെമ്പറെ ഈ രവിയുടെ കാര്യം പറഞ്ഞ സത്യമാണോ? എടാ എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? അല്ല നേതാവേ, ഇതിപ്പോ എതിർ പാർട്ടിക്കാർ വല്ലതും പറഞ്ഞതാണെങ്കിലോ? എടാ ബാബു, അങ്ങനെയൊന്നും അല്ല. ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് സംഗതിയൊക്കെ സത്യമാ. അല്ല, ഈ രവി എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനല്ലേ? ആ, ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റുമോ? ഇത് ഈ RDP കാരന്മാരെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാറ്റിക്കത്തില്ലേ? ഒരു പോസ്റ്റർ അടിച്ചോളെ. എന്താണ് വലിയ ഗൗരവമായ ചർച്ച? നിങ്ങൾ നായര ചായക്കടയുടെ അവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞത്? എൻ്റെ പൊന്നളിയാ, നായര കടയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമാണോ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെന്താ അത്ര വലിയ വിഷയം? രവിയുടെ കാര്യമൊന്നും അളിയ അറിഞ്ഞില്ല. രവിയുടെ കാര്യം ഞാൻ അറിഞ്ഞു. അതത്ര ആലോചിക്കാതിരിക്കുന്നു. വേലി ചാടാനുള്ള പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെയായാലും ചാടി, എത്ര സംരക്ഷിച്ചിട്ടും കാര്യമൊന്നുമില്ല. പോണമെന്ന് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകും. പിന്നെ പോയത് പോയിട്ട് പോച്ച കളി പുറത്ത്. എൻ്റെ അളിയ അത് പറയരുത്. കാരണം വെച്ചാൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളുമാരെ കാര്യങ്ങൾ നോക്കില്ലെങ്കിൽ ഇങ്ങനെ ചാടിപ്പോവും. അത് സ്വാഭാവികമാണ്. അല്ല മെമ്പറേ, ഇതിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറ. എടാ, ഈ രവിയുടെ വീടിന്റെ ഒരു പോഷൻ വാടക കൊടുത്തിരുന്നല്ലോ, അതൊക്കെ വെച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസം തന്നെയാണ് ഇവന് പണി കൊടുത്തത്. അതെങ്ങനെ ഈ രവി അവിടെ എപ്പോഴും ഉണ്ടോ? ഇല്ല. അവക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിലോ, അവക്ക് പാല് വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ, പിന്നെ നോക്കുമ്പോ അവളുടെ സങ്കടങ്ങൾ മൊത്തം ഇവൻ ഏറ്റെടുത്ത്. ആ നോക്കിയപ്പം കൊള്ളാം, അവൾ ഇവന്റെ കൂടെ ഇന്നലെ ചാടി അങ്ങ് പോയി. ഈ വാടകക്കാരുടെ കൂടെ? അതെ, ഈ വിഷയമൊന്നും നിർത്തേ. കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ടെൻഷൻ വരെയാണ്, തലപ്രാന്തും. വേറെ ഒന്നും പറയില്ല. ടെൻഷൻ ആവണം നേതാവേ, ടെൻഷൻ ആവണം. കുടുംബം നോക്കിയില്ലെങ്കിൽ നേതാവും ഞാനും എല്ലാം ടെൻഷൻ ആവണം. അതെ, നിങ്ങൾക്കാർക്കെങ്കിലും ചായ വേണമെങ്കിൽ വാ, നമുക്ക് നായര കടയിൽ പോയി ചായ കുടിക്കാം. എന്താ ഇത് പോയത് പോയി, നമുക്ക് ചായ വേണം അവിടെ? ഇല്ല, ഞാൻ വീട്ടിലോട്ട് പോവാം. വാ, ചായ കുടിക്കാം. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്ത്? ഈ കള്ളം കുടിച്ച് നടക്കാൻ കുടുംബം നോക്കണം. ഈടാ വീണ്ടും ആ വിഷയം തന്നെ പറയല്ലേ, വേറെ എന്തെല്ലാം നമുക്ക് സംസാരിക്കാൻ കിടക്കുന്നു. നീ വരുന്നില്ലേ? ഞാൻ വീട്ടിൽ പോ. ആക്കി പോ. പാർട്ടി മീറ്റിങ്ങിനെ കുറിച്ച് അതിലൊന്നും സംസാരിക്കാം. എന്തോ തൂക്കലൊക്കെ നിർത്ത്, കഴിക്കാൻ വല്ലോട്. ഇത്ര നേരമായിട്ട് ചേച്ചി അടുത്തൊന്നും കഴിച്ചില്ലേ? അത് രാവിലെ 1.5 കുറ്റി പുട്ടു ഇച്ചിരി പയറും കഴിച്ചല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ പോലെ നേരെ ജംഗ്ഷനിൽ പോയി. ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഒരു പാർട്ടിക്കാരുടെ നിരന്നിട്ട് ഭയങ്കര സൊറ പറഞ്ഞ് ഇച്ചിരി അതിൽ കിടന്നപ്പോൾ ക്ലീറ്റ മച്ചമ്പി വന്നവനെ എല്ലാവരും ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടു. അവർ പിന്നെ പാർട്ടി ഓഫീസിലോട്ട് കയറി. പാർട്ടി ഓഫീസിൽ കയറി അറിയാമല്ലോ, അച്ചമ്മയുടെ കത്തിയടി കിട്ടുക. അതുകൊണ്ട് ഞാൻ ഐസായിട്ടിഞ്ഞ് പോന്നു. ആകെ ഒരു കാലിച്ചായ കിട്ടി. സാധാരണ പരിപ്പോടെ ഉള്ളിനോടെ കിട്ടണ്ടേ. ഇനി വരെ നടന്നു വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. പെട്ടെന്നല്ലേ ഇടിയപ്പോ മതി. പിന്നെ എന്തോ ജംഗ്ഷനിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എന്താണ് പറയാൻ കഴിക്കേട്, അത് പറയാനുള്ളൊരു എനർജി. അല്ല, എന്താ ജംഗ്ഷനിൽ എന്താ സംഭവം? അത് വഴക്കാണോ വല്ലൊരുമായിട്ട്? വഴക്കല്ല, അത് വഴക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പം അവിടെ കേട്ട നിർത്താൻ ഇവിടെ വന്ന് പറയുന്ന ഒരു തുണക്കാരനായിട്ട് എന്നെ കാണുന്നില്ല. അധികം ആരോടും പറയാൻ പറ്റാത്ത കാര്യം. പക്ഷെ അത് നിങ്ങളടുത്ത് പറയാതിരിക്കാനും പറ്റത്തില്ല. എന്താന്ന് വെച്ചൊന്ന് പറയാവോ? അതായത് നമ്മുടെ DDT പാർട്ടിയിൽ ഒരു പ്രവർത്തകന്റെ ഭാര്യ വേറൊരുത്തനോട് ഒളിച്ചോടി. അങ്ങനെ അറിയാവുന്നതിന് അതിനെ കുറിച്ച് ജംഗ്ഷനിൽ ചർച്ച ചെയ്ത് വലുതാക്കാൻ നോക്കിയപ്പോഴത്തേന് ക്ലീറ്റോ മച്ചമ്പി വന്ന് ഓടിച്ചു വിട്ടു. കാര്യം പാർട്ടിയുടെ പ്രതിച്ഛായ വരും. അതിന്റെ കാര്യം പറഞ്ഞ ചായ എടുത്തു. ചായ ഇനി ഇടണം. അയ്യോ, എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാനടി ഇത് തന്നെ നടക്കണത്? എവരെയും ക്ലീറ്റോയെ പോലുള്ളവരല്ല രാഷ്ട്രീയ പ്രവർത്തകന്മാര്. യുവമാർ ആരെങ്കിലും കുടുംബം നോക്കാറുണ്ടോ? വീട്ടുകാരെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? പെണ്ണുങ്ങള് കുടുംബം നോക്കുന്ന അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും കാണുമ്പോൾ അവരിറങ്ങി പോകും. എല്ലാവരും എന്ത് ചെയ്യുന്ന? എന്നാലും കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ചെയ്യോ ഇങ്ങനെ? പാർട്ടിയുടെ 2 പ്രമുഖ നേതാക്കന്മാരെ കുറിച്ച് മച്ചമ്പി ആക്ഷേപിച്ച് വർത്താനം പറഞ്ഞു. അന്നത്തെ എന്തോ നമ്മൾ അങ്ങനെ നടക്കുന്നതിനാണെന്നത് ഞാൻ റൂമിൽ കൊണ്ടുപോയി ചോദിച്ചോളാം. ഇവിടെ വെച്ച് കഴിക്കാൻ തോന്നുന്നില്ല. എന്ത് ഇവിടെ വേണ്ട, നാളെ കെടുത്തില്ലേ? എന്നാ ഒരെണ്ണം കൂടെ കൊണ്ടുപോവാ. അയ്യോ, എന്നാലും അത് ആരുടെ ഭാര്യയാണ് ഒളിച്ചോടി പോയെന്ന് ചോദിക്കാൻ മറന്നുപോയി. ഇല്ലൊന്നും അറിഞ്ഞിരിക്കാൻ. എന്നാലും അവള് കൊള്ളാലോ. നല്ല ജോലിയുള്ളവന്മാരെ കണ്ടപ്പോ പോയിട്ടുണ്ടാവും. എനിക്കൊരു മുട്ട പൊരിച്ചു തരണേ. ഇതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ പൊരിച്ചു തരണം കേട്ടാ. കഴിക്കാറായി ഞങ്ങളുടെ കഴിക്കാറുണ്ട്. ഇന്ന് പോയിരുന്നു. നീ അത് വിടടി, നീ അതാണ് ചിന്തിക്കാനാ. ആരെങ്കിലും കൂടെ ഒക്കെ പോട്ട്.
ഞാൻ അന്വേഷിക്കട്ടെ, ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ മിനിറ്റ് വെച്ച് നിങ്ങൾ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യണ്ട. അന്വേഷിച്ചിട്ട് വിവരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പറയാം. ആ കാര്യം ഇവിടെ പോരുന്നത് ഇച്ചിരി വെയിൽ കൊള്ളാൻ പോയതാ. ആ വെയിലും കൊണ്ട് കാണാ. പത്രത്തിലെ വാർത്ത ഉണ്ടായിരുന്ന വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാത്തോണ്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യ വീട്ടുവാടകക്കാരുടെ ഇറങ്ങി ഓടിയെന്നു. വീട്ടു ചെലവിന് കൊടുക്കാത്തോണ്ട് ഓടിപ്പോയെന്ന് ആര് പറഞ്ഞു? പത്രക്കാർക്ക് പലതും എഴുതാടേ. ഇത് ചാടി പോകാനായിട്ട് നോക്കിയിരുന്നത് പെണ്ണുങ്ങളാ, അല്ലാതെ കുടുംബത്തിൽ പൈസ കൊടുത്തില്ലാന്ന് ഉടനെ പോകും. ഭർത്താക്കന്മാരോട് അല്പം പ്രതിബദ്ധതയുള്ള ഒരു പെണ്ണുങ്ങളും പോകൂല. ആ പോവായിരുന്നാ കൊള്ളാം. അവരുടെ കാര്യമൊക്കെ നോക്കണം. ഡേയ് നിന്റെ അണികളത്തോടൊന്ന് പറഞ്ഞേരെ വീട്ടിൽ ചെലവിന് കൊടുക്കാൻ. ഇല്ലേ പെണ്ണുങ്ങൾ കൂട്ടം കൂട്ടായിട്ട് ഇറങ്ങി ഓടും. നിന്റെ ഭാര്യ പോവാതെ നീ നോക്ക് കേട്ടാ. നിന്റെ പെങ്ങളായന്റെ ഒരു സംശയം മാത്രമേ ഉള്ളൂ, അല്ല കുഴപ്പമൊന്നുമില്ല. അല്ല നിന്റെ കൂടെ താമസിക്കൊണ്ട് ചിലപ്പോൾ അവള് പോവാതെ എനിക്ക് സംശയമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ അവൾക്ക് സ്വസ്ഥത കിട്ടണേ കിട്ടട്ടെ. ഞാൻ ചെലവിനോട് ചെയ്യാനായിട്ട് ഇറങ്ങിക്കോ ഓത്തന്മാർ. കൃമിക്കുത്തിന്റെ മരുന്ന് വെച്ചു കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. തങ്കം തങ്കം തങ്കം. ഹലോ, അവളവിടെ ഇല്ല, പോയി. കുടുംബശ്രീയിൽ അയ്യോ ആഹാ ക്ലീറ്റ് ചെയ്തപ്പോ വന്ന് എന്തൊരു ചൂട് പൊന്നേ. വെള്ളം കുടിക്കട്ടെ. ഇതെന്താ? ഗോതമ്പ് പുട്ട്, പഴം. ഞാനേ ഗ്രീൻ പീസ് കറി വെക്കാൻ നോക്കി, പക്ഷേ ഗ്രീൻ പീസ് ഇല്ല, തീർന്ന്. നമുക്ക് വാങ്ങണം, ഇന്ന് വാങ്ങണം. ഇതെന്തിനാ ഇപ്പൊ ഇതുണ്ടാക്കിയേ? ഇതുണ്ടാക്കി എന്താ കുഴപ്പം? അല്ല രാവിലെ കഴിച്ചതല്ലേ? ഇത് എനിക്കല്ല, അവിടെ ഇരിക്കി. നിനക്ക് വേണ്ടി ഉണ്ടായി. ആ അത് നിനക്കാ എന്ന് നീ ചോദിക്കണത്? ഞാനല്ലേ ഇതൊക്കെ ഉണ്ടാക്കാറ്. അവിടെ ഇരിക്കും തങ്കം. ഒരു വീട്ടിലെ ഭാര്യ ഭർത്താവിന് തുല്യ അവകാശമാണ്. ഇതൊക്കെ എനിക്ക് മാത്രമേ ഉണ്ടാക്കാവൂ എന്നൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. എനിക്കും ഉണ്ടാക്കാം, നിനക്കും ഉണ്ടാക്കാം. നീ ഇവിടെ ഇരിക്കി, എന്നിട്ട് കട്ടൻ ചായ പിടിക്ക്. പിന്നെ നീ ഇപ്പോൾ പുറത്ത് പോയിട്ട് നീ കഴിച്ചിട്ട് തന്നെയല്ലേ പോയത്. പക്ഷേ പുറത്ത് പോയി കുടുംബശ്രീ പോയി മീറ്റിങ്ങിന് പോയി വർത്തമാനം പറഞ്ഞ് സ്ത്രീകളോട് വായിട്ടളിച്ച് അത് കഴിഞ്ഞ് വരണ വരവാണ്. പാർട്ടി ഓഫീസിൽ ഞാൻ അവിടെ പോയി അണികളോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം എന്തോരം ക്ഷീണം ഉണ്ടാവുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ഈ വേനലിൽ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലേ അടിക്കണ സൂര്യൻ്റെ പ്രകാശം അടിച്ച് നമ്മളപ്പോൾ വെന്തുരുകി നമ്മൾ കഴിച്ചതെല്ലാം ദഹിച്ച് അപ്പോഴന്നെ പോവുകയാണ്. ഈ സൂര്യൻ്റെ ചൂട് തന്നെയല്ലേ ഈ ശരീരത്തിലും അടിക്കണത്. ഗോതമ്പുട്ട് അരിപ്പുട്ടിന് ഞാൻ നോക്കി, പക്ഷേ ഗോതമ്പാണ് നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഗോതമ്പുണ്ടാക്കി. ഇതെന്തിനാ ഞാൻ ക്ഷീണിക്കാതിരിക്കാനാ? നീ എടുത്ത് കഴിക്കുക. എന്താണ് എൻ്റെ ജോലി ഭാരം കുറയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതെല്ലാം അടച്ച് അവളൊക്കെ ഞാൻ തൂത്തിട്ടുണ്ട് കേട്ടാ, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യണ്ടേ? കഴിക്ക് കേട്ടോ. നീ എന്ത് നോക്കണത്? നിന്റെ ക്ലീറ്റോ തന്നെ ഇതൊക്കെ ചെയ്തത്. ഓ അവിടെ നോട്ടം കണ്ടില്ലേ? കഴിക്ക്. ഇതിപ്പോ ഈ ഒരു ദിവസം ചെയ്തിട്ട് എന്താ കാര്യം? ഇന്നൊരു ദിവസം ഒന്ന് ആര് പറഞ്ഞു? ഇനിയിപ്പം ഞാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ നിനക്ക് ചെയ്യും. അതായത് എൻ്റെ പാർട്ടിക്കാർ അവരുടെ മുമ്പിൽ എനിക്ക് പോയി പറയാമല്ലോ, അപ്പോൾ അവർ എന്നെ മാതൃകയാക്കുമല്ലോ. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾക്കും ആശ്വാസം കിട്ടുമല്ലോ, ജോലി ഭാരത്തിൽ കുറച്ച് ആശ്വാസം കിട്ടും. മനസ്സിലായില്ലേ? അത് വേണം. കഴിക്കേ. ഞാൻ വിരകി തരണോ പഴമിട്ട്? വേണ്ട വേണ്ട. കട്ടൻ്റെ മധുരം നോക്കിക്കോ. പഴം മധുവിൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്, നല്ല നാടൻ പഴമാണ്. അതും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് നീ കഴിക്കാതെ ഇരിക്കുമല്ലേ. ഇനി കുറ്റിക്കകത്ത് ഒരു കുറ്റിയും കൂടെ ഇരിപ്പുണ്ട് പുട്ട്, അത് നമുക്ക് എടുക്കാം. ഇത് കഴിക്കാതെ ചൂടോടെ അങ്ങനെ ഇരിക്കട്ടെ. കഴിച്ചിട്ടൊരു അഭിപ്രായം പറയണേ. ഇങ്ങനെയുണ്ട് നോക്ക്.
നല്ലതല്ലേ? നല്ലതാ. പാല് പിരിഞ്ഞു പോയി. ഞാനിട്ട് ചായ പകുതി ആക്കിയതാണ്. അപ്പോഴേക്കും പിന്നെ കട്ടനാക്കി. ഒരു കണക്കിന് ഇപ്പോഴത്തെ പാല് കഴിക്കാതിരിക്കുന്നതല്ലേ, എല്ലാം വിഷമാണേ. ഇത് നല്ലതാണ്. കട്ടനും പുട്ടും ഗോതമ്പൂട്ടും, പുട്ടും കട്ടനും കേട്ടിട്ടില്ലേ? നല്ല കോമ്പിനേഷനാണ്. കഴിക്കാൻ ഞാനേ ഇതിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കഴിച്ചാൽ നല്ലതാണ്. എനിക്ക് വേണ്ട, വിശക്കണില്ലായിരുന്നു. അയ്യോ, കുറച്ച് പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂവി ഇതിൽ കൂടെ കഴിച്ചാൽ നല്ലതാണ്. അയ്യോ, ഇതെന്താ ഇത്? എവിടെ വിയർക്കണ്? ഈ വിയർപ്പൊക്കെ കട്ട എടുത്ത് കുടിക്കണം. ആരോ വിശന്നിരിക്കണ ആരോ ഉണ്ട് കേട്ടോ. അതെ, ഇങ്ങനെ തല വിയർത്താലേ പിന്നെ ചുമയും ജലദോഷവും വരും. പിന്നെ കുടുംബശ്രീയിലൊക്കെ പോയി നിന്ന് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് അതിനൊന്ന് വർത്താനമൊക്കെ പറയാനുള്ളതല്ലേ. ഞാൻ ആ ഒരു പുട്ടൂടെ ചൂടോടെ കൊണ്ടുവരട്ടെ. കഴിക്കും. മാമി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കാറ് ഡാഡിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ബെൻസ് ഡാഡി കൊണ്ട് നടക്കും, പക്ഷെ എന്നാലും ഡാഡി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം എനിക്ക് ബെൻസ് കാറ് മേടിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഡാഡി ഒന്ന് താക്കോലിങ്ങനെ കൊടുക്കണം. എന്നിട്ട് മാമനുണ്ട്. മാമൻ എന്ത് കാറാന്ന് പറ? മാമന് നമുക്ക് ബെൻസിന് തന്നെ കൂടി എഡീഷൻ മേടിക്കാം. സ്വപ്നമാണ് ചിലപ്പോൾ BMW. അതാണ് മാമന് ഒരു ഇഷ്ടം. ചൊല്ലുണ്ട്, ആന അപ്പിടണ കണ്ടിട്ട് ആട് അപ്പിടാൻ പാടില്ല. നെഗറ്റീവ്. സ്വപ്നം കണ്ടത് നടക്കും. ഇതാണ് എല്ലാരും കൂടെ കഥ പറയുന്നത്. ഇതെവിടെ പോയി ക്ലീറ്റോ? ചൂട് 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 ചൂടേ ചൂട്. പാർട്ടി ഓഫീസിൽ പോയിട്ട് പാർട്ടി ഓഫീസിലൊക്കെ പോയി. അതിനിടയ്ക്ക് പാർട്ടി ഓഫീസിൽ പോയി, അതെല്ലാം കഴിഞ്ഞു. ഇത് കുറേ വീട്ടു സാധനങ്ങളെ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വകയില്ല ലില്ലി മോളെ, ഒരു സാധനവും ഇല്ല. അലമാരയിൽ പല ഡപ്പിയിലും പലതും കാലിയാ. എല്ലാം മേടിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി വയ്ക്കാൻ ഗ്രീൻ പീസ് ഇല്ല, പച്ചക്കറി. അതെന്താ? ഇത് ഫ്രൂട്ട്സ്. ഇത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി മേടിച്ചു. നോക്ക്, എടുത്ത് നോക്ക്, പിടിക്ക് സന്തോഷത്തോടെ. എനിക്കുണ്ട്. നിനക്ക് കഴിഞ്ഞ മാസം ഒരെണ്ണം എടുത്തു തന്നു. അന്ന് എൻ്റെ ഭാര്യയ്ക്കൊന്നും എടുത്തു കൊടുത്തില്ലായിരുന്നു കേട്ടോ. സ്വഭാവം അപ്പൊ പെങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ലേ? പെങ്ങക്ക് ഭർത്താവില്ലേ വാങ്ങിച്ചു തരാൻ? ആണോ? വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. നീ സങ്കടപ്പെടേണ്ട, അടുത്ത മാസം ഞാൻ മേടിച്ചു തരാം. വാങ്ങിച്ചപ്പോ എനിക്കും കൂടെ ഒന്നും വാങ്ങിക്കാൻ തോന്നിയില്ലല്ലോ. ഇത് താണ്ട കാവ്യമാധവ് എന്നുള്ള ഒരു ടിവിയിലൊരു പാട്ട് സീനിൽ ഇതുപോലത്തെ കളർ കൊടുത്തോണ്ട്, അപ്പോൾ അവൾക്ക് ഇത് വേണം. അപ്പോൾ കുടുംബശ്രീയുടെ മറ്റേ മീറ്റിങ്ങിന് കൊടുക്കാമല്ലോ നിനക്ക്. കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് യൂണിഫോമാ. അപ്പോൾ വേറെ വാങ്ങിക്കാം. ഇതല്ലാതെ കൊടുത്തോ. എന്നാ പിന്നെ എല്ലാവർക്കും മേടിച്ചുകൂടായിരുന്നു. കൊച്ചേ, നിന്റെ അലമാരിയിൽ നിനക്ക് ഇഷ്ടം പോലെ ഇരിക്കുകയല്ലേ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പം അങ്ങനെ എപ്പോഴും വാങ്ങാറ്. പൈസ എവിടെ നിന്ന് ഇതൊക്കെ മേടിക്കാൻ? പൈസയാണോ നിനക്ക് അറിയേണ്ടത്? എൻ്റെ തങ്കം അതൊക്കെ കുടുംബനാഥന്, അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് പൈസ എവിടെ നിന്ന് കൊണ്ട് സാധനം മേടിക്കാന്നൊക്കെ ഉള്ളത് കേട്ടോ. നീ വാ, ഇതൊക്കെ അങ്ങോട്ട് പിടിക്ക്, എല്ലാം അങ്ങോട്ട് കൊണ്ടുവയ്ക്ക്. നല്ല ചേർച്ചയുണ്ട്. എനിക്കറിയാം, എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ എടുത്തു വന്നപ്പോൾ അത് മനസ്സിൽ ഞാൻ ഇങ്ങനെ കണ്ട് അങ്ങനെ മേടിച്ചല്ലേ. പിന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ചായ ഇട്ട് തരാം. വാ. കരുതിയിരുന്നോ ഇനി പണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നെഗറ്റീവ് മാത്രമേ അതല്ലാതെ വരത്തുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ആങ്ങളെയും പെങ്ങളും നെഗറ്റീവ്. വാ തുറന്ന പോസിറ്റീവായിട്ട് പറഞ്ഞത് കഴിയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമുണ്ട്. ഈ എനിക്ക് കേൾക്കാൻ വയ്യ. എന്തോ കുഴപ്പമുണ്ട്. ഞാൻ കുടുംബശ്രീ കഴിഞ്ഞ് വന്നില്ലേ, അപ്പൊ എനിക്ക് ഗോതമ്പ് പുട്ടും പഴവും ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മാറ്റം വന്ന് ഡാഡിക്ക് ഒരു പെട്ടെന്ന് സ്നേഹം തോന്നിക്കാണും. നിങ്ങളൊരു അല്ല, അത് അധിക നേരം നിൽക്കാത്തോണ്ടാണ്. നമുക്ക് കാണാമല്ലോ. എന്താൾക്കാരാണ് രണ്ടുപേരും. വാ, കൊണ്ടുപോയി. ഇനി അത് ആലോചിച്ചോണ്ടിരിക്കല്ലേ. കണ്ട സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ആദ്യമായിട്ടല്ലേ? അത് നടക്കട്ടെ. എന്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മേടിച്ചു തരുന്നല്ലേ. ഇപ്പൊ വാങ്ങിച്ചു തന്നിട്ട് കുറെ നാളായി. നല്ല പടമായിരുന്നല്ലേ. പക്ഷെ എനിക്ക് മറ്റേത് കാണണമെന്നായിരുന്നു, വിനീത് ശ്രീനിവാസന്റെ പടം. പക്ഷെ അത് കാണാൻ പോകണ്ടായിരുന്നു. അതല്ല, എൻ്റെ അമ്മയ്ക്ക് ഈ ആട് ജീവിതം കാണണമെന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയി കാണിച്ചു. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അല്ല, അമ്മയ്ക്ക് ഇത് കാണണമെന്നും പറഞ്ഞായിരുന്നു.
ഇന്നലെ പറഞ്ഞില്ലേ ഇതല്ലെങ്കിൽ അത് എന്ന്. അമ്മ എൻ്റെ അടുത്ത് പറയട്ടെ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് അത് കാണണമെന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ പോവും ആ സിനിമയ്ക്ക്. വിനീത് ശ്രീനിവാസൻ്റെ സിനിമ കാണാനും പോവും. അതെവിടെ വേണേലും പോയി കാണാം. ഇപ്പം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടണല്ലേടി. ഇതൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ അല്ലേ ഒരു റിലാക്സേഷനൊക്കെ ഉണ്ടാവും അമ്മയ്ക്ക്. ഞാനല്ലാതെ പിന്നെ ആര് കൊണ്ടുപോയി? പോവാന്നാ അമ്മ പറയട്ടെ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാലേ ഞാൻ കൊണ്ടുപോകുള്ളൂ. ഡാഡി ഇനി പാർട്ടി ഓഫീസിലൊന്നും പോകണ്ട ഡാഡി. ഡാഡി ഇവിടെ ഉള്ളപ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷം. വീട് മൊത്തം ഇപ്പോഴേ ഭയങ്കര കളർഫുള്ള്. നല്ല രസമുണ്ടായിരുന്നു ഈ 2 ദിവസം. ഞാനത് ആലോചിച്ചു. ഇനി ഞാൻ പാർട്ടി ഓഫീസിൽ എന്തെങ്കിലും ആവശ്യം അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകും. അത് മതി. ഞാൻ ഇവിടെ തന്നെ കാണും. അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരാള് വേണമല്ലോ കൈത്താൻ സഹായമായിട്ട്. ഇനിയിപ്പം നിന്റെ സ്കൂളിലെ ഫ്രണ്ട്സോ സാറന്മാരാരെങ്കിലും ചോദിച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ ആരാന്ന് വെച്ചാൽ ഡാഡിയാണെന്ന് അന്തസ്സായിട്ട് പറയാമല്ലോ നിനക്ക്. അതിപ്പോ ഡാഡി നോക്കിയില്ലേ അങ്ങനെയല്ലേ പറയൂ. അങ്കം മേലെ എഴുതിയോ കുളിച്ചാ? മേല് കഴുകി പോയി കിടക്ക് മുത്തേ. തുടക്ക് തലയിലെ വെള്ളം നിന്നാണ്ടല്ലോ അത് പ്രശ്നമാവും. മുത്തേ പോയി കിടക്ക്. അല്ല ഇതേ ഡാഡിക്ക് ഭയങ്കര വേദനയാണ് കുറച്ച്. ഇപ്പൊ തുടങ്ങിയല്ലോ കുറച്ചൊന്നും. അല്ല ഇപ്പൊ വേദന ഇച്ചിരി മാറി. പോയോ? മുത്ത് പോയി കിടന്നോ? കുഴപ്പമില്ല. നാളെ തിരുമാൻ പോയി കിടക്ക് വെച്ചേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം മഞ്ഞത്തുള്ളികൾ തഴുകിയൊഴുകും മധുരഹീമന്തം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ എന്താ തങ്കം എന്താ എന്താണീ തങ്കം തലവേദനയാ? എന്താ പ്രശ്നം? നിങ്ങളുടെ മനസ്സിൽ ആരാ? നിങ്ങളുടെ മനസ്സിൽ ആരോ ഉണ്ട്. അതാ നിങ്ങൾ പതിവില്ലാത്ത വിധത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 19 കൊല്ലായി ക്ലീറ്റോ. ഇതുവരെ നിങ്ങൾ സാരി പോയിട്ട് ഒരു തൂവാൽ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ടുണ്ടോ? ഞാൻ പറയാതെ എന്തെങ്കിലും ഒരു ദിവസം കടയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ ഒന്നും പറയാതെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? എന്നോട് സുലു ചേച്ചി പറഞ്ഞു. ആട് കണ്ട മനസ്സിൽ വേറെ പെണ്ണുങ്ങൾ കയറുമ്പോഴാണ് വീട്ടിൽ വന്നിങ്ങനെ അധികം സ്നേഹവും പ്രകടനങ്ങളൊക്കെ കാണിക്കണമെന്ന്. തൊട്ടുപോരുത്. അവൾ ആരാണെന്ന് കൃത്യമായിട്ട് എന്റെ അടുത്ത് തെളിവ് സഹിതം തന്നില്ലെങ്കിൽ തങ്കത്തിന്റെ വേറൊരു മുഖം നിങ്ങൾ കാണും. Aliens.